Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir, wala tuwassir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So, in the last class we started a new chapter, that is new numbers, and we done some activities based on that section. Then today we are going to do the activities based on addition and subtraction. അപ്പോൾ അഡിഷനും സബ്ട്രാക്ഷനും ചേർന്നിട്ട് ഏതാണ് ന്യൂ നമ്പേഴ്സിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ √2 √3 ഒക്കെ അഡിഷനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യു ഹാവ് സം പ്രോബ്ലംസ് ഇൻ ആക്ടിവിറ്റീസ്, പേജ് നമ്പർ 52. Okay, then first question is this: the hypotenuse of a right triangle is 1/2 meters and another side is 1/2 meter. Calculate its perimeter corrected to a centimeter. Okay, so the hypotenuse of a right triangle is 1/2 meter and one side is 1/2 meter. Okay, and calculate, we have to calculate the perimeter of the triangle into correct to a centimeter. സെൻറ്റിമീറ്ററിൽ കറക്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസും ഒരു സൈഡും ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസും തന്നിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് ഫൈൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റൂ. സോ വി ക്യാൻ യൂസ് Pythagoras theorem. Okay, in right triangle ABC, AC is equal to 1/2 meter, BC is equal to 1/2 meter. So first we have to find AB. So AB square is equal to AC square minus BC square. AC square is 1/2 the whole square minus 1/2 the whole square. Okay, that is 3/2 the whole square minus 1/2 the whole square. That is equal to 9/4 minus 1/4. That is equal to 9 minus 1/4. That is equal to 8/4. That is equal to 2 meter. So AB square is 2 meter. Then AB is equal to √2. √2. അപ്പോൾ √2 meter ആണ് നമുക്ക് എന്ത് കിട്ടിയത്, എ ബി കിട്ടിയത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ്, ഇപ്പോൾ നമുക്ക് മൂന്ന് സൈഡും എത്ര ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഫൈൻഡ് ചെയ്യണം. സോ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താണ്, 1/2 പ്ലസ് 1/2 പ്ലസ് √2. ഓക്കെ, സോ 1/2 1.5 ഹാഫും കൂടി ചേരുമ്പോൾ എത്ര കിട്ടും, 2 plus √2 കിട്ടും. ആൻഡ് വി നോ ദ വാല്യൂ ഓഫ് √2 ഈസ് 2 plus √2. വാല്യൂ ഓഫ് √2 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.41. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.41 മീറ്റർ എന്ന് കിട്ടി. സോ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 meter 41 centimeter എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, കറക്റ്റ് പോയിന്റ് സെൻറ്റിമീറ്ററിലോട്ട് ആക്കണം. സോ വി യൂസ്ഡ് പൈതഗോറസ് തിയറം ടു ഫൈൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദെൻ വി ഗോട്ട് ദ ഓൾട്ടിറ്റ്യൂഡ്. സോ now we have three sides of this triangle. Then we find the perimeter of the triangle. Okay, then the second question: the picture
picture shows an equilateral triangle cut into halves by a line through a vertex. Okay, the picture shows an equilateral triangle cut into halves by a line through a vertex. What is the perimeter of the part and how much less than the perimeter of the whole triangle is this? ഓക്കെ, അപ്പം നമുക്ക് രണ്ട് സബ് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കും. ദെൻ നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രം എടുക്കുമ്പോഴത്തേക്കും ഇത് 2 മീറ്റർ ആണ്, ഇത് 2 മീറ്റർ ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് സബ് ആൻസർ ഇൻ ട്രയാങ്കിൾ നമുക്കിതിനെ ഒരു എ ബി ഡി എന്ന് പറയുന്ന ഒരു പീസ് എടുക്കാം. സോ ഇൻ ട്രയാങ്കിൾ എ ബി ഡി AB is equal to 2 meter. AB is equal to 2 meter and BD is equal to 1 meter. എങ്ങനെയാണ് ആ 1 മീറ്റർ കിട്ടിയത്? സോ നമുക്കറിയാം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം 3 സൈഡ്സ് ഈക്വൽ ആകുമ്പോഴത്തേക്കും ഇതൊരു 2 മീറ്റർ ആണ്, ഇതും 2 മീറ്റർ ആണ്. അപ്പോൾ ഈ സൈഡും എന്തായിരിക്കും? ഫുള്ളി 2 മീറ്റർ ആയിരിക്കും. അപ്പോൾ നടുക്കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 മീറ്റർ വെച്ചിട്ടാണ് പോകുന്നത്. സോ ബി ഡി നമുക്ക് അങ്ങനെയാണ് 1 മീറ്റർ കിട്ടിയത്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദിസ് എ ഡി. എ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3. സോ എ ഡി നമുക്ക് കിട്ടി റൂട്ട് 3 കിട്ടി അല്ലേ? റൂട്ട് 3 കിട്ടി. അപ്പോൾ ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ ഓഫ് ദ സ്മോളർ ദാറ്റ് പീസ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു എന്താണ്? പെരിമീറ്റർ ഓഫ് ദാറ്റ് പാർട്ട് ഈസ് ഈക്വൽ ടു 2 + 1 + root 3. That is equal to 3 plus root 3. Root 3 is approximately equal to 1.73. That is, ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒന്നുകിൽ ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്ത് 4.73 എന്ന് എഴുതാം. അതർവൈസ് നമുക്ക് എന്താണ്? നമുക്ക് അടുത്ത പെരിമീറ്റർ ഓഫ് ദ ബിഗർ ട്രയാങ്കിളിലോട്ട് പോകാം അല്ലേ? പെരിമീറ്റർ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ, ഹോൾ ട്രയാങ്കിളും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ലെസ്സൻ പെരിമീറ്റർ കാണണമെങ്കിൽ ആദ്യം പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ഫൈൻഡ് ചെയ്യണം. That is equal to 2 plus 2 plus 2. That is equal to എത്രയാണ്? 6. ഓക്കെ, ദെൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 6 minus 3 plus root 3 എടുക്കണം. അപ്പം ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 6 minus 3 minus root 3. That is 3 minus root 3. That is 3 minus എന്താണ്? 1.73. That is equal to എങ്ങനെ വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.27 കിട്ടും, 27 മീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ ഒരു വലിയ ട്രയാങ്കിളും പിന്നെ അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത ട്രയാങ്കിളിൻ്റെയും പെരിമീറ്റർ തമ്മിലുള്ള എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദ തേർഡ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഒരു സൈഡും തന്നിട്ടുണ്ട് 2 മീറ്റർ എന്നും പറഞ്ഞിട്ട്. സോ we can draw one line here and this is 90 degree. We can give the name AB C and this is D. Okay, angle ADB is equal to 90 degree. Angle ABD എങ്ങനെ ഫൈൻഡ് ചെയ്യും? രണ്ട് ആംഗിൾസ് ഉണ്ടെങ്കിൽ തേർഡ് ആംഗിൾ ഫൈൻഡ് ചെയ്തൂടെ? 180 മൈനസ് 90 പ്ലസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 ഡിഗ്രി മൈനസ് 120 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി കിട്ടും. സോ ദിസ് വൺ ഈസ് 60 ഡിഗ്രി. അപ്പം ആ ഒരു ചെറിയ പോർഷൻ ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് കിട്ടി. ദാറ്റ് ഈസ് 30, 60 ആൻഡ് 90. നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റീസിൽ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തായിരുന്നു. 30, 60, 90 എന്ന് പറയുന്ന ആംഗിൾസ് വരുവാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 1:√3:2 ആയിരിക്കും. അപ്പോൾ 30 വരുന്നിടത്ത് എന്താണ്? 1:√3:2 വരും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 2 മീറ്റർ വന്നു. ദെൻ ബി ഡി എന്ന് പറയുന്നത് 1 മീറ്റർ. സോ ദിസ് വിൽ ബിക്കം 1 മീറ്റർ ആൻഡ് എ ഡി ഈസ് ഈക്വൽ ടു √3 മീറ്റർ കിട്ടും. ഓക്കെ, സോ ആ ഒരു ട്രയാങ്കിളിൻ്റെ പോർഷൻസ് കഴിഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ഈസ് ഇൻ ട്രയാങ്കിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ്ട് ഇതും 90 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് 90 ഡിഗ്രി കിട്ടി. ദെൻ ഡി ബി സി ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാം ഇത് ടോട്ടലായിട്ട് നമുക്ക് 105 ഡിഗ്രി എന്നായിരുന്നു തന്നിരുന്നത്. അപ്പോൾ 105 ഈ 60 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ആംഗിൾ വി വിൽ ഗെറ്റ് ദിസ് ആംഗിൾ. സോ 105 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. Then angle DCB is equal to 180 degree minus 45 plus 90 that is equal to 180 degree minus 135 degree that is equal to 45 degree. So ഇതിൻ്റെ ഈ ആംഗിളും 45 കിട്ടി, ഇതും 45 ഡിഗ്രി കിട്ടി. ഓക്കെ, സോ സിൻസ് ഇറ്റ്സ് 2 ആംഗിൾസ് ആർ ഈക്വൽ, അതിൻ്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ആംഗിൾസ് ഓൾസോ ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതും വരും, ഇതിൻ്റെ ഓപ്പോസിറ്റ് 1 ഓൾറെഡി 1 നമുക്ക് ഇവിടുന്ന് കിട്ടിയതായിരുന്നു. സോ അത് രണ്ടും കിട്ടി. നമുക്കപ്പോൾ സി ബി കാണാം അല്ലേ, അല്ലെങ്കിൽ ബി സി ഈസ് ഈക്വൽ ടു √1² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു √2. BC is √2. Then BC നമുക്ക് കിട്ടി √2. Now we have all the sides of this triangle. Then we can easily find the perimeter. Perimeter is equal to 2 plus √2 plus 1 plus √2. That is 3 plus √2 plus √3. That is approximately equal to 3 plus 1.41 plus 1.73. That is equal to 6.14 meter. ഇതാണ് ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. സോ ടുഡേ വി ഡൺ 3 exercises based on problems based on addition and subtraction. So today we are going to wind up our class. Today's class is over. Assalamu alaikum.